ഇവിടെ പാതയ്ക്കപ്പുറം ഒരു മോണ്യുമെന്റ് ഉണ്ട്. സ്പാനിഷ് പര്യവേക്ഷകനായിരുന്ന വാസ്കോ നുനേസ് ഡെ ബാൽബോവയുടെ സ്മാരകമാണ്. പനാമയുടെ ചരിത്രപുരുഷനാണ് ബാൽബോവ. അറ്റ്ലാന്റിക് പസഫിക് സമുദ്രത്തെ ബന്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത പനാമയിലുണ്ടെന്ന് ആദ്യമായി കണ്ടുപിടിച്ചത് അദ്ദേഹമായിരുന്നു. 1513 അറ്റ്ലാന്റിക്കിനെയും പസഫിക്കിനെയും ബന്ധിപ്പിച്ച് അദ്ദേഹം പനാമയിലൂടെ ഒരു സാഹസിക യാത്ര നടത്തി. പനാമയുടെ അതുവരെയുള്ള ചരിത്രത്തെ മാറ്റിക്കുറിച്ച ഒരു യാത്രയായിരുന്നു അത്. പിന്നീടാണ് പനാമ ഒരു സ്പാനിഷ് കോളനിയായി മാറിയത്. ഉദ്യാനത്തിലൂടെ നടത്തം തുടരുമ്പോൾ ഇങ്ങനെയൊരു ഭാഗത്താണ് എത്തുന്നത്. ടൈൽ പാകിയ വിശാലമായൊരു ചത്വരം. അതിനു നടുവിൽ പനാമ എന്ന വലിയൊരു അക്ഷരശില്പം. സിൻഡ കോസ്ട്ര പ്രദേശത്തിന്റെ ഒരു ഭാഗം തന്നെയാണിത്. കൂറ്റൻ അക്ഷരങ്ങൾ. പനാമ സിറ്റിയിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ ഒരു ആകർഷണ കേന്ദ്രമാണിവിടം. ടൂറിസ്റ്റുകൾ ഈ അക്ഷരങ്ങൾക്ക് മുന്നിൽ നിന്ന് ഓരോ ഫോട്ടോ എടുക്കുന്നത് പതിവാണ്. ഇതിനു മുന്നിൽ നിന്നെടുത്ത ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുമ്പോൾ സ്ഥലം ഏതാണെന്നത് സംബന്ധിച്ചുള്ള അടിക്കുറിപ്പിന്റെയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അക്ഷരശില്പത്തിനു മുന്നിൽ ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്കാണ് എപ്പോഴും. ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കുമെല്ലാം പ്രിയപ്പെട്ട ഒരു ഫോട്ടോ സ്പോട്ടാണ് ഇത്. ഗ്രൂപ്പ് ഫോട്ടോയ്ക്കായി ആളുകളെ ഒരുക്കി നിർത്തുന്നു ഒരു സ്ത്രീ. അവരുടെ ഫോട്ടോ എടുക്കാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ തന്നെ എത്തിയിട്ടുണ്ട്. അവർ അവിടെ നിന്നും മാറാതെ എനിക്ക് പനാമ അക്ഷരങ്ങളെ പൂർണ്ണമായി പകർത്താനാവില്ല എന്നതിനാൽ കുറച്ചുനേരം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. പനാമ സിറ്റിയിൽ ഇന്ന് കാണുന്ന നിർമ്മിതികളെല്ലാം നല്ല ആർക്കിടെക്റ്റുകളും കലാകാരന്മാരും ചേർന്ന് രൂപപ്പെടുത്തിയതാണെന്ന് എനിക്ക് തോന്നി. നടപ്പാതയിലൂടെ വ്യായാമ നടത്തത്തിനിറങ്ങിയവർ വിദേശികളോ ഇന്നാട്ടുകാർ തന്നെയോ ആവാം. ചിലർ സൈക്ലിംഗിനിറങ്ങിയിരിക്കുന്നു.